വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഏഷ്യയിൽ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വാർത്തയല്ല, അതൊരു വിശകലനമാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രഹ്മോസ്, ഇന്ത്യയുടെ മിസൈലായിട്ടുള്ള ബ്രഹ്മോസ്, നമ്മുടെ ആയുധ കയറ്റുമതി ഇപ്പോൾ ഗണ്യമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAE-യുമായിട്ട് ബ്രഹ്മോസ് നമ്മൾ ഡീല്, അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പോരാത്തതിന് നമ്മൾ കഴിഞ്ഞ ബംഗ്ലാദേശിലേക്ക് നമ്മൾ ബ്രഹ്മോസ് പോർമുനകൾ തിരിച്ചു വയ്ക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തതാണ്. 25 ഏക്കർ അതിനുവേണ്ടി 2 എയർബേസുകളാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനുമായി ഇന്ത്യ ഏതൊരു നിമിഷവും ഒരു യുദ്ധത്തിനായി സജ്ജമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള സെന്റർ ഫോർ ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് സ്റ്റഡീസ് അവർ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ പാകിസ്ഥാൻ സൈന്യത്തിന് കൊടുത്ത മുന്നറിയിപ്പാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുഴുവനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് എന്ന മുന്നറിയിപ്പ് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. അപ്പൊ ഇവർ പറയുന്നത്, ഇവരുടെ ഒരു ആശങ്കയാണ്, ഇന്ത്യ വികസിപ്പിക്കുന്ന പുതിയ ബ്രഹ്മോസ് മിസൈലുകളുടെ വേരിയന്റുകളുണ്ട്, ബ്രഹ്മോസ് NG, ബ്രഹ്മോസ് 2. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ ഏഷ്യയിലെ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരുപക്ഷെ അമേരിക്കയോടോ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ ഡിഫൻസിൽ ഏറ്റവും എപ്പിറ്റോമിൽ നിൽക്കുന്ന രാജ്യങ്ങളുമായോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടു താഴെയോ ഇന്ത്യ എത്തിയേക്കും എന്നിവർ വാദിക്കുന്നുണ്ട്. അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള വാദങ്ങളെ സാധൂകരിക്കുന്ന കൃത്യമായിട്ടുള്ള പോയിന്റുകളും ഇവർ വയ്ക്കുന്നുണ്ട്. അതായത് ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ശക്തി ഇന്ത്യയുടെ പകുതി ശക്തിയോളം പോലും വരില്ല എന്നാണ് ഇവർ പറയുന്നത്. പാകിസ്ഥാന്റെ ശക്തിയുടെ ബാലൻസ് ഇന്ത്യയുടെ പക്ഷത്തേക്ക് മാറും എന്ന് പറയുന്നു. ഇതില് ബ്രഹ്മോസ് NG എന്ന് പറയുന്ന ബ്രഹ്മോസ് ഇപ്പോഴത്തെ ബ്രഹ്മോസിനേക്കാൾ ചെറുതാണ്, അത് ഭാരം കുറഞ്ഞതാണ്. കൂടുതൽ യുദ്ധവിമാനങ്ങളിൽ ഇത് ഒരേ സമയം നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ 1 മുതൽ 2 വരെയുള്ള ബ്രഹ്മോസ് ആണ് ഓരോ യുദ്ധവിമാനങ്ങളും ഫിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ബ്രഹ്മോസ് NG യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അത് 10 മുതൽ 15 വരെ ബ്രഹ്മോസുകൾ ഫിറ്റ് ചെയ്യാൻ സാധിച്ചേക്കും എന്നവർ പറയുന്നു. പോരാത്തതിന് ബ്രഹ്മോസ് 2 ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഇതിന്റെ വേഗം മാച്ച് 6 മുതൽ മാച്ച് 7, അതായത് ശബ്ദത്തിന്റെ 7 8 ഇരട്ടി വരെയാണ് ഇതിന്റെ വേഗം എന്ന് പറയുന്നത്. നിലവിലുള്ള പല എയർ ഡിഫൻസ് സംവിധാനം, അത് ഏഷ്യയിൽ തന്നെ നിലവിലുള്ള പല എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്കും, ഏഷ്യയിലെ എന്ന് പറയുമ്പോൾ അതിൽ ചൈനയുടെയും ഇൻക്ലൂഡ് ആവുമല്ലോ, സംവിധാനങ്ങൾക്കും ഈ മിസൈൽ തടയുക എന്നുള്ളത് തീർത്തും ദുഷ്കരമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയുടെ ആക്രമണശേഷി എന്തെന്നില്ലാത്ത തരത്തിൽ ഉയരും എന്നവർ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ എയർബേസ്, റഡാർ, കമാൻഡ് സെന്റർ എന്നിവയെ വേഗത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കും. എന്നിട്ട് ഈ തിങ്ക് ടാങ്ക് തന്നെ പറയുന്ന വേറൊരു കാര്യം പറയുന്നുണ്ട്, പാകിസ്ഥാന് പ്രതികരിക്കാനുള്ള സമയം കുറയുക എന്നുള്ളതല്ല, പാകിസ്ഥാന് പ്രതികരിക്കാനുള്ള സമയം കിട്ടില്ല, പ്രതികരിക്കണമെന്ന് തോന്നുമ്പോഴേക്കും ഇവർ അടിച്ചിരിക്കും എന്നാണ് കൃത്യമായിട്ട് ഈ തിങ്ക് ടാങ്ക് പറയുന്നത്. എന്തായിരുന്നാലും ഈ ബ്രഹ്മോസ് NGയും ബ്രഹ്മോസ് 2യും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിജയകരമായിട്ടുള്ള സേനയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം നമ്മളിപ്പോൾ വലിയ വേഗത്തിൽ നടത്തുകയാണ്. അപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ഒരു വിലയിരുത്തൽ വരണമെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അവർ പഠിച്ചിട്ടായിരിക്കും അത് വിലയിരുത്തുന്നത്. കാരണം ഇതിനാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജ്യം പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. പക്ഷെ അവർ ഏഷ്യ സമ്പൂർണമായി ഇന്ത്യ പിടിച്ചടക്കാൻ പോകുന്നു എന്നുള്ള ഒരു താക്കീതല്ലേ ഏഷ്യയിലെ രാജ്യങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഒരു വാർത്ത ചെയ്തിരുന്നു, ഇന്ത്യ ഒരു ദീർഘദൂര മിസൈൽ, അതായത് ഭൂഖണ്ഡാന്തര മിസൈലാണ്, 12,000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒഡീഷയുടെ തീരപ്രദേശങ്ങളിലുള്ള 30 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു, കന്നുകാലികളെ അടക്കം മാറ്റിപ്പാർപ്പിച്ചു എന്നൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ദ്രുതഗതിയിൽ നമ്മൾ വലിയ രീതിയിൽ സൈനിക ഉപകരണങ്ങൾ പലയിടത്തുനിന്നായി വാങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ 36 റഫേൽ വിമാനങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ബാച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. അടുത്ത ബാച്ച് എത്തിയിട്ടില്ല, നമ്മൾ കരാർ ഒപ്പിട്ടതാണ്. ഇപ്പൊ പാകിസ്ഥാൻ അത് തകർത്തു എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഏതോ ബ്ലോഗർ അത് 8 9 വിമാനം റഫേൽ തകർത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ നമ്മുടെ 36 വിമാനങ്ങളോട് പറന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം അതിന്റെ സമഗ്രമായ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് ചാനലിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാമെങ്കിൽ അതിന്റെ ഒരു സമഗ്രമായ വാർത്ത അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നടക്കുന്നു. അത് മാത്രമല്ല, UAE അടക്കമുള്ള രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങുകയാണ്, സൈപ്രസ് വാങ്ങുന്നു, ഒപ്പം തന്നെ അർമേനിയ ആവശ്യപ്പെടുന്നു. പക്ഷെ അർമേനിയക്ക് നമ്മളത് കൊടുത്തിട്ടില്ല, അർമേനിയ അത് ആവശ്യപ്പെടുന്നു. ഒരുപാട് രാജ്യങ്ങൾ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിന് ഇപ്പൊ റഷ്യ അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത. ബ്രഹ്മോസ് റഷ്യക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളുടെ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജി കൂടെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ബ്രഹ്മോസ് മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ സുദർശന ചക്രയുടെ വർക്ക് വളരെ ഗംഭീരമായി തന്നെ മുൻപോട്ട് കൊണ്ടുവന്നു. ഈ 2027 അടുത്ത വർഷം 2027 അതിന്റെ ഫസ്റ്റ് ഫേസ് ഓപ്പൺ ആകും.
അതിനുശേഷം 2031 അത് ഫുൾ ഫ്ലെഡ്ജിലേക്ക് അത് എത്തും. അതിനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ നടന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഒരു യുദ്ധഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് നിമിഷവും ഞങ്ങൾ അടിക്കും പിടിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. മുൻകാലങ്ങളിലെ പോലെ അല്ല ഇപ്പോൾ പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരുടെ ശബ്ദം വളരെ നേർത്തതാണ്, ദുർബലമാണ് എന്ന് നമുക്ക് ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും, യൂട്യൂബിലും ഓൺലൈനിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരാഴ്ച 2 പ്രസ്താവനയെങ്കിലും ഇന്ത്യക്കെതിരെ നടത്തും. വഴിയെ കൂടെ പോകുന്നവനും വയ്യാവേലി ആദ്യം ഭീകരന്മാർ നടത്തും, അതിനുശേഷം സൈനിക മേധാവികൾ നടത്തും, ഇതും കഴിഞ്ഞിട്ട് അവരുടെ മന്ത്രിമാർ നടത്തും, MP നടത്തും, MLA നടത്തും, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ നടത്തും, എല്ലാവരും ഇത് നടത്തും. സർപഞ്ചുകൾ വരെ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പരിപാടികൾ പൂർണ്ണമായി ആ കലാപരിപാടി നിന്നു. ഇപ്പൊ ആ ഭീഷണിപ്പെടുത്തൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇപ്പോഴില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോൾ ഒരു 3-4 തവണ മാത്രമാണ് ഈ യുദ്ധം ഇന്ത്യ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 1 വർഷം കഴിയുന്നു. നമ്മുടെ മെയ് മാസം ആയപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു അത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട്. അപ്പൊ അതിനിടയിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള വീരവാദങ്ങളോ ഇല്ലെങ്കിൽ വെല്ലുവിളികളോ ഒന്നും നടത്തിയില്ല എന്ന് മാത്രവുമല്ല, വലിയ രീതിയിലുള്ള സാധാരണഗതിയിൽ ഈ ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ ഒരു അതിർത്തിയിൽ അങ്ങോട്ടൊരു വെടിവെപ്പ് നടത്തിയാൽ പോലും അതിന്റെ ഭാഗമായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോഴതില്ല. അതിനുള്ളൊരു ആംബിയർ ഇല്ല, അതിലൊരു ധൈര്യക്കുറവ് അവർക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഇന്ത്യൻ സെക്യൂരിറ്റി വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അത് ഈ 2 കാര്യങ്ങളാണ്. കാരണം ഇനിയൊന്ന് പാളിയാൽ എല്ലാം അവിടെ തീരുന്നു എന്ന് പാകിസ്ഥാൻ വ്യക്തമായി തന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം. പ്രത്യേകിച്ച് പിന്നെ ഈ അമേരിക്കയും ചൈനയുമാണ് ഇവരുടെ പിന്നിലുള്ള ഒരു വലിയ ലക്ഷ്യമായിട്ട് കാണുന്നത്. ഇനി ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർ തന്നെ അവരുടെ പിന്നിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അവർക്ക് ഇവരെ സഹായിക്കുന്നതിന് ഒരു പരിധി ഇനി ഉണ്ടാകും. കാരണം ഇനി വരാൻ പോകുന്ന ഒരു വാറ് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ഒതുങ്ങുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു വാറല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് അവരുടെ ശക്തികൾ എല്ലായിടത്തും വിനിയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് ചൈനയ്ക്ക് ചൈനയുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിനകത്ത് പെടുന്ന രാജ്യങ്ങൾ അനവധിയാണ്. ഇന്ത്യയുമായിട്ട് ഇനി ഒരു വലിയ ക്ലാഷിലേക്ക് പോകാൻ ഇപ്പോഴത്തെ അവസ്ഥ ചൈന തയ്യാറാകില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുടെ ഒരു സ്ഥാനമാണ് ഇപ്പോൾ ഇന്ത്യ ചൈനയ്ക്ക് നൽകിയിരിക്കുന്നത്. കാരണം വ്യാപാര പങ്കാളിയാണ്, ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. അത്രയും കച്ചവടം കളഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് ചാടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അവർ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അവർക്ക് ഒരു ആത്യന്തികമായ ലക്ഷ്യം തായ്വാനാണ്. ഈ ഗ്യാപ്പിൽ എങ്ങനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, അത് ഏത് നിമിഷവും ഉണ്ടാകാതെ ഘട്ടത്തിൽ നിൽക്കുക. ഇപ്പൊ തന്നെ അവരുടെ ഈ ഉപരോധങ്ങൾ അവർ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. തായ്വാനിലേക്കുള്ള കപ്പലുകളുടെ ഉപരോധം തുടങ്ങിയിട്ടുണ്ട് ചൈന. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഉത്തര കൊറിയയും ഏതാണ്ട് ദക്ഷിണ കൊറിയ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യം, ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ ആയാലും ഈ പറയുന്ന ചൈനയുടെ ആയാലും ഒരു പൂർണ്ണ പിന്തുണ പാകിസ്ഥാന് ലഭിക്കില്ല എന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അതാണ് ഇവർ ഒരു 1-2 പ്രസ്താവന നടത്തി. കാരണം പ്രസ്താവന നടത്താതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ നാട്ടില് നമ്മുടെ രാജ്യത്ത് ഈ പ്രതിപക്ഷത്തിലൊരു ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക, അതാണ് പ്രതിപക്ഷത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടെ ഭാഗമാണ്. അങ്ങനെ വേണം കരുതാനായിട്ട്. പക്ഷെ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ഇപ്പോൾ വലിയ വിപണിയാണ്. അതായത് മിഡിൽ ഈസ്റ്റ് ഒക്കെ നമ്മുടെ അതായത് സൗദി അറേബ്യ ബ്രഹ്മോസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ കരാറുകൾ നടക്കുന്നു. അപ്പോൾ UAE വാങ്ങുന്നു, ഇപ്പോൾ ഒമാൻ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ മിഡിൽ ഈസ്റ്റിലടക്കം ഈ ബ്രഹ്മോസിന് നമ്മുടെ ആയുധങ്ങൾക്കും വലിയ ഡിമാൻഡ് വരുന്നു. ഇതെന്താണ് ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ആയുധങ്ങൾ ഒരു മേഖലയിലാകെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ആയുധങ്ങളുടെ വിശ്വാസ്യത, നമ്മളുടെ ആയുധങ്ങളുടെ കൃത്യത, നമ്മളുടെ ആയുധങ്ങളുടെ പ്രഹരശേഷിയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു പവർ ഉള്ള രാഷ്ട്രമായി ഇന്ത്യ മാറുകയാണ്. ഈ മേഖലയിൽ നിന്ന് ആദ്യം ഉണ്ടായി വന്ന ഒരു രാജ്യം ചൈനയാണ്. ചൈനയുടെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ പലയിടത്തും ഉപയോഗിച്ച് അത് പൊട്ടി പാളിഷായി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നെ ആ ഒരു മേഖലയിലേക്കാണ് ഇന്ത്യ, ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഇന്ത്യ കടന്നു വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രഹ്മോസ് മേടിക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. സൗദി ഇറാനും തമ്മിൽ നിരന്തരം അടിയാണ്. ഇറാൻ നമ്മുടെ സുഹൃത്തു കൂടെയാണ്. ഈ ബ്രഹ്മോസ് സൗദി ഇറാന് നേരെ പ്രയോഗിച്ചാൽ ഇറാൻ നമുക്കെതിരെ തിരിയാനുള്ള സാധ്യതയില്ലേ? ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അങ്ങനെ രാജ്യമായാലും ആയുധം നൽകുമ്പോൾ ഒരു എഗ്രിമെന്റ് വെക്കാറുണ്ട്. ഏത് രാജ്യമായാലും ആയുധം എഗ്രിമെന്റ് വെക്കുമ്പോൾ ആ എഗ്രിമെന്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ ആയുധം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ പെർമിഷൻ വാങ്ങണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് ഉക്രൈൻ റഷ്യ വാർ നടന്നപ്പോൾ അമേരിക്കയുടെ വെപ്പൺസ് ഉക്രൈൻ്റെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ അമേരിക്ക കൊടുത്തിട്ടില്ല, അമേരിക്ക നൽകുന്നില്ല എന്നാണ് അതിന്റെ പറഞ്ഞത്. കാരണം ഈ പെർമിഷൻ നൽകാതെ നമുക്ക് വേണം ഉപയോഗിക്കാം. അപ്പൊ ധനുഷിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ആയുധം മേടിച്ചിട്ട് എനിക്ക് ധനുഷിന്റെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ അതിന് മറ്റെന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സ് കോഡ് അടക്കം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളടക്കം ഞാൻ ധനുഷ് പിന്നെ എനിക്ക് തരില്ല.
പിന്നെ എനിക്കിത് മുമ്പോട്ട് ഒരു ഇഞ്ച് മൂവ് ചെയ്യാൻ അല്ല, അവിടെ എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈ സൗദി എന്തിനാണ് ഈ ബ്രഹ്മോസ് ആർക്കെതിരെ പ്രയോഗിക്കാനാണ് സൗദി ഈ ബ്രഹ്മോസ് മേടിക്കുന്നത്? അല്ല, അത് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഒരു എഗ്രിമെന്റിനകത്ത് ഒരു ഭാഗം ഇങ്ങനെയാണ് കൊടുക്കുന്നത്: തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്നത്. ആ ഒരു ക്ലോസിനകത്ത് ആദ്യം തന്നെ എഴുതി ചേർക്കും, പരമാധികാരത്തിന് നേരെ വരുന്നത്, അങ്ങോട്ടല്ല, മറ്റുള്ളവരുടെ പരമാധികാരത്തിലേക്കല്ല, എന്റെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏതാക്രമണവും ചെറുക്കാനാണ് എനിക്ക് ബ്രഹ്മോസ്, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ആയുധം. അതല്ല ഞാൻ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് എനിക്ക് വാങ്ങാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു ക്ലോസിനകത്തുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ധനുഷ് അടിച്ചാലല്ലേ എനിക്ക് അങ്ങോട്ട് ഇടേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ നിയമം തന്നെ ഓക്കെ ആയില്ലേ? അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് സിവിലിയൻസിനെതിരെ ഉപയോഗിക്കില്ല. സിവിലിയൻസിനെതിരെ ഒരു യുദ്ധത്തിലും ഉപയോഗിക്കാറില്ലെന്നാണ് എന്റെ തോന്നൽ. പിന്നെ വല്ല പ്രാന്തന്മാരൊക്കെ വാരി വലിച്ചിടുമെന്നുള്ളതല്ലാതെ ഉപയോഗിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വെള്ളം ഉൾപ്പെടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആക്രമിക്കില്ല എന്റെ ആയുധം ഉപയോഗിച്ച്. അതാണ് മൂന്നാമത്തെ കാര്യം. ഇതെല്ലാം ഓക്കെ അല്ലേ? ഇതിനകത്ത് ഏതോ ഓക്കെ ആണെങ്കിൽ എടുത്ത് അടിക്കാമല്ലോ. പിന്നെ ഇതിനകത്ത് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് എടുത്തിട്ട് ഇപ്പൊ ചുമ്മാതിരിക്കുന്ന ഒരു രാജ്യം സൗദി അറേബ്യ അത് മേടിച്ചുകൊണ്ട് ചുമ്മാതിരിക്കുമ്പോൾ ബ്രഹ്മോസ് എടുത്തിട്ട് അടിച്ചു കഴിയുമ്പോഴാണല്ലോ അത് പ്രശ്നം, ലീഗലി പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത്. അത് അല്ല, ഇപ്പൊ ഇറാൻ ആക്രമിച്ചു, അവർക്ക് പ്രതിരോധിക്കാനാണ് എന്നുണ്ടെങ്കിൽ അതിനാണല്ലോ ആയുധം വാങ്ങി വെക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർ തിരിച്ചടിക്കും. ഇതാണ് അതിന്റെ റൂൾസിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ഒരു രാജ്യത്തിന്റെ നിന്ന് ആയുധം വാങ്ങുമ്പോൾ ഇത് തന്നെയാണ് മെത്തേഡ്. റഷ്യയുടെ നമ്മൾ വാങ്ങുന്നതും ഇതേ കാറ്റഗറിയിലും ഇതേ നിയമത്തിലുമാണ്. അതല്ലാതെ മറ്റവനെ അടിക്കാൻ എനിക്ക് ആയുധം തരൂ എന്ന് പറഞ്ഞിട്ട് നമുക്കത് വാങ്ങാനും പറ്റില്ല. അതൊരു ഇന്റർനാഷണൽ നിയമത്തിൽ എല്ലാ രാജ്യങ്ങളും ആയുധം കൊടുക്കുന്ന ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഈ സോഴ്സ് കോഡിന് വലിയ ഇമ്പോർട്ടന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളും ഈ സോഴ്സ് കോഡ് പിടിച്ചു വെക്കുന്നത്. ഞങ്ങൾ തരത്തില്ല, നിങ്ങളിത് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാനല്ലേ ഇങ്ങനെ ചെയ്യാൻ. കാരണം സോഴ്സ് കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശീയ ആയുധം ഉപയോഗിക്കുന്നതിന് നമുക്ക് ആരുടെ അനുവാദം വേണ്ട. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചത് അഗ്നി അങ്ങോട്ടെടുത്ത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് എങ്ങനെ വേണം നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ പിനാക ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരുപാട് വെപ്പൺസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളതൊരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ ആ രാജ്യം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതിനകത്ത്. അത് ഈ നിയമങ്ങളിൽ വരുന്നതാണ്. ആ നിയമത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ സോഴ്സ് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊന്നും എടുക്കാറുമില്ല. ഫ്രാൻസ് റാഫേൽ തരത്തിലെന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കച്ചവടം വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ വരാം, ഇവിടെ തന്നെ നിർമ്മിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുന്ന ഒരു സാഹചര്യം വന്നു. കാരണം കച്ചവടം ഒരു വലിയ കാര്യം തന്നെയാണത്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇവിടെയാണ് പാകിസ്ഥാൻ കരുതുന്നത് ഇനി ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ഞരങ്ങാൻ പോലുമുള്ള ഒരു സമയം കിട്ടില്ല എന്ന്. പക്ഷെ ഇവിടെ ഇന്ത്യ കണക്കൂട്ടുന്നത് അങ്ങനെയല്ല. ഇന്ത്യയുടെ സേനാ മേധാവി പറഞ്ഞൊരു കാര്യം, കുറഞ്ഞത് 5 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് നാം തയ്യാറെടുക്കണം. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സമീപകാലത്ത് നടന്ന യുദ്ധം, പ്രത്യേകിച്ച് ഇറാൻ യുദ്ധം നമുക്ക് കണ്ടതാണ്. അവിടെ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് ഇതേപോലെ നമ്മളെന്താ മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും. ഇപ്പൊ നമ്മളുമായിട്ട് നിരന്തരം യുദ്ധം എന്ന് പറയുമ്പോൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകളും ആക്രമണവും പ്രത്യാക്രമണവുമായിട്ട് പോകുന്നതല്ല. പകരം ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ കുറെ ഡ്രോണുകൾ അങ്ങോട്ടെങ്കിലും പറത്തിവിടുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മളെന്താണ് പറയുന്നത്, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കാം. അപ്പൊ അത് നമ്മൾ കണ്ടതാണ്. ഹിസ്ബുള്ള എത്രയോ നാളുകളായി ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം നടക്കുന്നു. ഹമാസും ഗസയും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം എത്രയോ നാളുകളായിട്ട് നടക്കുന്നു. ഹൂത്തികള്, അമേരിക്ക, ഇസ്രായേൽ, ലോകത്തുള്ള കംപ്ലീറ്റ് എണ്ണം കൂടെ ഹൂത്തികൾ ഒതുക്കാൻ നടന്നു. അവരൊതുങ്ങിയോ? ഇല്ല. അവരും ഇടയ്ക്കിടയ്ക്ക് മിസൈലുകൾ വിട്ടും ഡ്രോണുകൾ വിട്ടും. ഇപ്പൊ സൗദിക്കായാലും ഇല്ലെങ്കിൽ ഇസ്രായേലിനായാലും ഇല്ലെങ്കിൽ ചെങ്കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്കായാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ പറയുന്ന 5 വർഷം എന്ന് പറയുന്നത്. കാരണം ഇവനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണ്ടേ. ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കാരണം അതിനുള്ള ആ ഒരു മെത്തേഡിലേക്കാണ് ഇപ്പോൾ ലോകത്തിന്റെ യുദ്ധം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന ലോക യുദ്ധങ്ങളിലെല്ലാം തന്നെ ഈ ഡ്രോണുകളാണ് മെയിൻ ഒരു പാർട്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം തന്നെ ഒരു ഡ്രോണുകൾക്ക് വേണ്ടി ഒരു സ്ക്വാഡ്രൺ തന്നെ രൂപീകരിക്കും. ഡ്രോണുകൾക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു റൺവേ തന്നെ 900 മീറ്ററോ മറ്റോ ലെങ്ത് ഉള്ള ഒരു റൺവേ തന്നെ രാജസ്ഥാനിൽ നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും ഇതൊരു വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ്, ഗൗരവകരമായ ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളല്ല പറഞ്ഞത്, ഇല്ല ഇന്ത്യയിലെ അനാലിസിസ്റ്റുകളല്ല ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്, പാകിസ്ഥാന്റെ ആണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം.